ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബ്രസീലിലാണ്. അർജൻറ്റീനയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ ബ്രസീലിലേക്ക് വന്നു. സോ ബ്രസീലിൽ ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ട് എനിക്ക് ഊബർ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാത്രി 1:30 എത്തിയിട്ട് ഊബർ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ബസ് കാര്യങ്ങളൊന്നും ആ മിഡ് നൈറ്റിൽ ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് കുറേ ട്രൈ ചെയ്ത് നടന്നില്ല. എന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് അടുത്ത് തന്നെയാണ് ഔട്ട് സൈഡ് ദ റോഡ്, എന്താ പറയുക, എയർപോർട്ടിൽ നിന്ന്. ഞാനപ്പോൾ നടന്നിട്ട് അങ്ങനെ ലിഫ്റ്റ് അടിച്ചപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ലിഫ്റ്റ് കിട്ടി. അർജൻറ്റീനയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ 7 മണിക്കൂർ ഞാൻ അർജൻറ്റീനയിൽ ലിഫ്റ്റ് അടിച്ച് നിന്നിട്ട് ലിഫ്റ്റ് കിട്ടൂല. പക്ഷെ ഇവിടെ പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടും. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച ആൾ, ഞാൻ പറഞ്ഞു സാന്താ തെരാസ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ഇവിടെ ഉള്ളത്, മെയിൻ സിറ്റി. അപ്പോൾ ഞാൻ അങ്ങോട്ടാന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ ഇങ്ങോട്ട് ചോദിച്ചു. ലിഫ്റ്റ് ചോദിച്ചപ്പോൾ കറോണ എന്ന് ചോദിച്ചു. ഞാൻ സി എന്ന് പറഞ്ഞു. കറോണ എന്ന് പറഞ്ഞാൽ ഹിച്ച് ഹൈക്കിംഗ് എന്നാണ്. അങ്ങനെ ഇന്നലെ ഇങ്ങോട്ട് വന്ന് അതാണ് ബ്രസീലിലെ ആൾക്കാർ കുറച്ചും കൂടെ വാം വെൽക്കമിങ് ആണ്, ഹോസ്പിറ്റാലിറ്റിയാണ്. അർജൻറ്റീന എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൾച്ചർ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവരെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളാണ്. പരിചയപ്പെട്ട് നല്ല കമ്പനി ആയി കഴിഞ്ഞാൽ അവർ നല്ല സോഷ്യലും നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. അല്ലെങ്കിൽ അവർ അത്ര ഹോസ്പിറ്റാലിറ്റി ഒന്നുമില്ല. സോ ഞാൻ ഹോസ്റ്റലിൽ മുന്നേ നിന്ന് ഈ ഒരു ഹോസ്റ്റലുണ്ടല്ലോ, അവിടെയുള്ള ഹോസ്റ്റലിൽ അവിടെ തന്നെയാണ് ഞാൻ ഇന്നലെ വന്നിട്ട് സ്റ്റേ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആ ഒരു 2:15 ഞാൻ എത്തിയത്. അപ്പോൾ 2:15 വേറെ ഹോസ്റ്റലൊക്കെയാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ ഓൾറെഡി പരിചയമുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. അങ്ങനെ രാത്രി വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇപ്പോൾ രാവിലെ എണീച്ച് ചെക്ക് ഔട്ടും ചെയ്ത് എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കാനഡയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 450 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലമുണ്ട്, ബെലോ ഹൊറിസോണ്ടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങോട്ട് ബസ് ബുക്ക് ചെയ്യണം. ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ. സോ രാത്രി ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നാളെ നൈറ്റ് എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് 1 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഹിച്ച് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്ക് ആണ്. എത്തുമെന്ന് എനിക്കറിയാം. എന്നാലും ഇൻ കേസ് എന്തെങ്കിലും കാരണത്തിൽ എത്തിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്തായാലും അത് എടുത്തിട്ടില്ല. സോ ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. ബസ് എടുത്താൽ ഇന്ന് രാത്രി പോയാൽ നാളെ മോർണിംഗ്, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, ലൈക്ക് 2 മണിയായി. ഇന്ന് രാത്രി പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ എത്തും കേട്ടോ. ഇവിടെ ചിക്കൻ ഉണ്ട്. ഞാനപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഹാഫ് ചിക്കൻ ഗ്രില്ലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിക്കൻ ഗ്രില്ലെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്, അവർ കട്ട് ചെയ്യും. നല്ല വിശക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ പിന്നെ കഴിച്ചിട്ടില്ല. സോ വിശക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യും. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് പരഗ്വായിൻ്റെ ജേഴ്സിയാണ്. അന്ന് അവിടുന്ന് മേടിച്ചതാ. ഫുഡ് വന്നിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ഇതിലങ്ങനെ സ്പൈസസ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പൊട്ടറ്റോയിൽ എന്തോ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പൊട്ടറ്റോയും ചിക്കനും. ഞാനിതവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ട്. സോ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ പേടിയാണ് ഇവിടെ, കാരണം ഇവിടെ കുറച്ച് റിസ്ക്കാണ്. ആദ്യമായിട്ട് വന്നപ്പോൾ കഴിച്ച അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നമ്മളോട് പറയും ഫോണ് സൂക്ഷിക്കാനായിട്ട്. ഞാനിത് അവിടെ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ബർഗറും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പ്രോട്ടീൻ ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞാൽ വിശക്കൂല. പ്രോട്ടീൻ ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞാൽ നല്ല വിലയാണ്, പക്ഷെ നമുക്ക് വിശക്കൂല, പ്രോട്ടീനും കിട്ടും. ഗുഡ് മോർണിംഗ്. ഞാൻ ബെലോ ഹൊറിസോണ്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബ്രസീലിൽ നിന്നൊരു ലൈക്ക് റിയോന്നൊരു 500 കിലോമീറ്റർ അപ്പുറയാണ്. സോ ഞാനിതൊരു പാർക്കിലൂടെ പോയിട്ട് ഞാൻ ഹോസ്റ്റൽ എടുത്താലോ എന്ന് ആലോചിക്കാം. പക്ഷേ നൈറ്റ് ഒന്നും സ്റ്റേ ഇല്ല, കാരണം രാത്രി 1 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെക്ക് ഇൻ ചെയ്യും. അതിനു മുന്നേ ബസ് ടൈമിംഗ് നോക്കിയിട്ട് ചിലപ്പോൾ നേരത്തെ തന്നെ പോകും. ഇവിടെ നോക്ക്, ആൾക്കാരൊക്കെ പാർക്കിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. വീടില്ലാത്ത ആൾക്കാരൊക്കെ ഓരോന്ന് കാലൊക്കെ കാണിച്ചിട്ട് പൈസയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനവിടെ ഇതായിട്ടിരിക്കുവാണ്. ഞാൻ 6:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ 6:30 ആയിട്ടില്ല. 6:30 മുതൽ ഇനി രാത്രി 6:30 എന്ന് പറയുമ്പോൾ 12 മണിക്കൂറുണ്ട്. അത്രയും നേരം ഈ ടൈമിൽ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല. അവിടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കണം. ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കി നോക്കാം. റേറ്റ് ഉണ്ട്. ഇവിടെ ഒരു 1000 രൂപ വരുന്നുണ്ട് ഹോസ്റ്റലിനെല്ലാം. ഞാൻ ഹോസ്റ്റൽ എടുക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ വന്നതാണ്. പക്ഷേ ഹോസ്റ്റലിൽ ഈ സമയത്ത് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. 3 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. 3 മണി വരെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് നോക്ക്, ഫെർമെൻറ്റ് ചെയ്ത ഒലീവ്സും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉള്ളിയാ, ചെറിയ ഉള്ളിയോ? ഇത് ഒലീവ്സ്, ഇത് വെളുത്തുള്ളി, പല സാധനങ്ങൾ. അത് മറ്റേ പർപ്പിൾ കളർ ഒലീവ്സ്, ഇത് മറ്റേ ചെറിയ ഇതൊക്കെ എന്തൊക്കെയോ ജാമുകളാ.
ഇത് എനിക്കറിയാം, മറ്റേ ലെച്ചേത് ദുൽച്ചേത് ലെച്ചേ, ഇതൊക്കെ ഓരോ സ്പ്രെഡായിട്ട് അവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബ്രെഡിൻ്റെ സ്പ്രെഡാന്ന് തോന്നുന്നു. ഇവിടെ ബ്രെഡ് അവർ നല്ല കഴിക്കും, ബ്രെഡിൻ്റെ സ്പ്രെഡുകളാണ് എല്ലാം. ചെറുതായിട്ട് കാണുന്നുണ്ട്. ഞാനിവിടെ ഒരു കഫേയിൽ വന്നു, എന്നിട്ട് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗും ബ്രെഡും ടൊമാറ്റോയും ചിക്കനും ഒക്കെ മയനൈസൊക്കെ ആയിട്ട്. സോ ഞാൻ അതെല്ലാം കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ല പോസ്റ്റാണ്, വൈകുന്നേരം വരെ സമയമുണ്ട്. അവിടുന്ന് ലോങ് ഫ്ലൈറ്റാണ് കാനഡയിലേക്ക്. ഇവിടെ നിന്ന് പനാമ കോപ്പ എയർലൈൻസ് ആണ്. പനാമയെ പോയി കണക്ട് ചെയ്യണം. പനാമേൻ്റെ എയർലൈൻസാണ്. പനാമയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എനിക്ക് പിന്നെ അവിടെ ഒരു 40 മിനിറ്റ് ലേവർ. 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നേരെ ചെക്കിൻ എത്തി അടുത്തേക്ക് കയറാനുള്ള ടൈമുള്ളൂ. സോ അത്ര നേരം പോസ്റ്റാണ്. ഫസ്റ്റത്തെ 6 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് പിന്നെയും 6 മണിക്കൂർ. അത്രയും ലോങ് ഫ്ലൈറ്റാണ്. രാവിലെ മുതൽ ആ കഫേയിൽ തന്നെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബസ്, ഇത് എയർപോർട്ട് ബസ്സാണ്. എയർപോർട്ടിലേക്ക് ബസ്സിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, വേറെ ഓപ്ഷനില്ല വരാൻ. ഊബറിന് അതിനേക്കാളും റേറ്റാണ്. അപ്പോൾ എന്താ അവിടെ ഞാൻ ബസ്സിൽ ഒരു 30 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ദൂരമുണ്ട്. അതിലൊക്കെ തണുത്ത കാറ്റ്, രാത്രിയാവുന്ന സമയത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. സോ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. എനിക്ക് 1:30ക്കാണ് ഫ്ലൈറ്റ്, പക്ഷെ എന്നാലും ഞാൻ നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ എത്തിയിട്ടുള്ള. എന്തൊക്കെയോ വെതർ മാറിയിട്ടാവുള്ളൂ, തണുപ്പ് ചൂട് അങ്ങനെ. ത്രോട്ട് പെയിൻ എല്ലാം നല്ല ടയേർഡ് ഉണ്ട്. കാരണം ഞാൻ അർജൻറ്റീനയിൽ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്. അർജൻറ്റീനയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് അപ്പം തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ബസ് എടുത്തിട്ട് ഇന്നലെ രാത്രി ബസ്സിൽ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഉറക്കമൊന്നും ശരിയാവാണ്ട് ഒരു 1500 കിലോമീറ്റർ ട്രാവൽ ചെയ്ത്, ആ 1500 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷം രാവിലെ മുതൽ ഉറങ്ങാണ്ട് പോസ്റ്റ് അടിച്ചതേ വൈകുന്നേരം വരെ ഇരിക്കുന്നു. രാത്രിയായി. ഇനി 1:30 വരെ വീണ്ടും പോസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ലോങ് ജേണി, അത് കംപ്ലീറ്റ് പോസ്റ്റ്. നല്ല ലോങ് ജേണി. എൻ്റെ ഫേസ് കാണുമ്പോഴേ അറിയാം ഞാൻ നല്ല ടയർഡായിട്ടാണ് ഉള്ളത്. സത്യം ഒടുക്കത്തെ ടയർഡാണ്. ആ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവിടുന്ന് ഫ്രഷ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്യാനും പറ്റിയില്ല. നോക്കി നോക്കട്ടെ. ഞാനിതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അത്രയും വലിയ ഫ്ലൈറ്റ് അല്ല കേട്ടോ. ഞാൻ വെച്ച് വലിയ ഫ്ലൈറ്റ് ആയിരിക്കുന്നു, കാരണം 7 മണിക്കൂറെല്ലാം ട്രാവലുണ്ട് പനാമയിലേക്ക്. പനാമയിൽ നിന്ന് 40 മിനിറ്റ് കണക്റ്റിങ്, അവിടെ ലേയോർ, അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റ് കാനഡയിലേക്ക് ടൊറൻഡോ. അതിന് കുറച്ച് നേരമെങ്കിലും ഉറങ്ങണം. ഇന്നലെ പോലും ഉറങ്ങിയിട്ടില്ല, നല്ല ടയർഡാണ്. ഫൈനലി ഞാനിതാ കാനഡയിൽ എത്തിയിട്ടുണ്ട്. നല്ല ടയർഡാണ്. ഒരു ലോങ് ജേണി കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പനാമ എത്തിയിട്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റിനുള്ളൊരു ടൈം പോലും കിട്ടിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റിലേക്ക് ഓടി കയറി, എന്നിട്ട് വീണ്ടും 6 മണിക്കൂർ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കാനഡയിൽ ടൊറൻഡോയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. സോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഹായ് അഭിജിത്ത്, അഖിൻ, നാട്ടിൽ അങ്കമാലി, കൊട്ടാരക്കര. ഓക്കെ. സോ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിവിടെ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. കേരള റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. സോ എനിക്കിങ്ങനെ കൊതിയായിട്ട് വയ്യ ഫുഡെല്ലാം കഴിക്കും. കുറേ ആയിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് കഴിക്കുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും ഒരു വട്ടം കിട്ടിയാലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കൊതിയാവുന്നത്. സോ ഒരു സൂപ്പും പിന്നെ എന്തായിരുന്നു ഇടിയിറച്ചിയും പൊറോട്ടയോ കോയിൻ പൊറോട്ടയും കഴിക്കാൻ പോകുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിത് കഴിച്ചോട്ടെ. അടിപൊളി. കാനഡയിൽ പിന്നെ ഫുള്ള് ഇന്ത്യൻസ് മലയാളീസ് ഒക്കെ ആയതുകൊണ്ട് അല്ലേ, ഇവിടെ ഫുഡിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഇഷ്ടംപോലെ ആൾക്കാരാണ്. അതാണ് ആ സൗത്ത് അമേരിക്കയിലൊക്കെ ചില കൺട്രിയിലൊന്നും മലയാളീസേ ഇല്ല. ഇന്ത്യൻസ് തന്നെ ചില ഗുജറാത്തീസ് മാത്രമേ ഉള്ളൂ. അത്രയും അതാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവിടെ ഒന്നും ആ ഏരിയയിൽ സെൻട്രൽ അമേരിക്ക എന്നൊക്കെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയർ ഞാൻ 6 മന്ത്സോളം ഞാൻ മലയാളീസിനെ കണ്ടിട്ടേ ഇല്ല, കേരള ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. ഇവിടെ അതാ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അതെ എന്തൊക്കെ ഐറ്റംസ്, ഫുൾ കുറേ ഐറ്റംസ് ഉണ്ട്. ഞണ്ട്, ഫിഷ് കറി, അച്ചാറ്, മോര് കറി, പിന്നെ അവിയൽ, കൂന്തൾ, പിന്നെ പ്രോൺസ്, ക്യാബേജ്, സാമ്പാർ, പായസം, അപ്പം എല്ലാം ഉണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ കഴിക്കട്ടെ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഫുഡെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അല്ലാണ്ട് വേറെ കൺട്രിയിൽ നിന്ന്, ദുബായിൽ നിന്ന് മാത്രമാണ് അത്രയും ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെയാണ്
ശരിക്കും ആ ഒരു ഫീൽ കിട്ടിയത് അല്ലേ, ലൈക്ക് ഇവിടത്തെ ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അടിപൊളിയായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെസേർട്ട് ഉണ്ട്, അത് ചീസ് കേക്കാ, ബ്ലൂബെറി ചീസ് കേക്ക്. സോ നമ്മൾ കഴിക്കാൻ പോകുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് പറയണോ, ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ, ഗുഡ് ഈവനിങ് പറയണോ, ഗുഡ് നൈറ്റ് പറയണോ? ഇപ്പോൾ ടൈം 8 o'clock ആയിട്ടുണ്ട്. ഇവിടെ സണ്ണ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് സൺസെറ്റ്. ഒരു 9 വരെ ഡേ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇങ്ങനെ ഇടാതിരിക്കുന്നുണ്ടായി. അപ്പോൾ ഭയങ്കര ലേസി ആയിരുന്നു. അപ്പോൾ എന്താണ് ലേസി എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര മടിയായിരുന്നു എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ലേസിനെസ്സൊക്കെ മാറാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറമുള്ളതൊരു പാർക്കിൽ വന്നേക്കുവാണ്. ഭയങ്കര പീസ്ഫുൾ നൈബർഹുഡാണ്. നോക്കി, പുറത്തൊന്നും അങ്ങനെ ആൾക്കാരില്ല. വർക്കൗട്ട് ചെയ്യാൻ വരുന്നവർ അല്ലെങ്കിൽ നടക്കാൻ വരുന്നവർ അങ്ങനെ മാത്രമേ ഉള്ളൂ. സോ ഞാൻ വെള്ളമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു പാർക്കാണ്, നമുക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ കാനഡ വന്നിട്ട് 2ാമത്തെ ദിവസമാണ്. സോ ഞാൻ എവിടെയും പോയില്ല, ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അതുമാത്രമല്ല, ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്കിന്ന്. അപ്പോൾ ഇന്ത്യൻ ടൈമും ഇവിടെ 9.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അത് വലിയ ഡിഫറൻസ് ആണ്, 9.5 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ടൈം 12:45 ഉച്ചയ്ക്ക് എനിക്ക് ശനിയാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:15 3:30 ഇവിടുത്തെ സമയം രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് സ്ലീപ്പ് സൈക്കിളൊക്കെ തെറ്റും. ഓൾറെഡി ഇന്ന് ഞാൻ ഇതേപോലെ ലേറ്റായി കിടന്നതിൽ ലേറ്റായി എണീച്ചു. അതുകൊണ്ടൊക്കെയാണോ ഈ ലേസിനെസ് എന്ന് എനിക്കറിയില്ല. ബ്രസീൽ അർജൻറ്റീന ഉണ്ടായിരുന്ന സമയത്ത് ഒരു 8.5 മണിക്കൂറായിരുന്നു. ഇപ്പം അത് മാറി 9.5 മണിക്കൂറായിട്ടുണ്ട്. സോ ഞാനപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവനാണെങ്കിൽ ആൽബർട്ട എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്റ്റേറ്റിലാണുള്ളത്. അവിടെ നിന്ന് തിരിച്ച് വരുന്നേ ഉള്ളൂ. സോ അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പരിചയപ്പെടുത്തുന്നതൊക്കെ എൻ്റെ വേറെ ഫ്രണ്ട്സായിരുന്നു. സോ നൈസായിട്ടുള്ളൊരു പാർക്കാണ്, ഭയങ്കര പീസ്ഫുൾ, അധികാരം ശല്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ. ഹലോ, ഗുഡ് ഈവനിങ്. സോ ഞാനിപ്പോൾ ടൊറൻറ്റോയിൽ നിന്നും നയാഗ്രയിലേക്ക് പോവുകയാണ്, നയാഗ്ര ഫാൾസ് കാണാനായിട്ട്. ഞാൻ മുന്നേ US വന്ന സമയത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ US നിന്നും നമുക്ക് കാനഡയിൽ നിന്നും 2 സൈഡിൽ നിന്നും കാണാൻ പറ്റും. പക്ഷേ കാനഡയിൽ നിന്നാണ് പനോരമിക് വ്യൂസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല, പോയി നോക്കാം. സോ ഞാനും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് പോകുന്നത്. ഹായ്, ഇത് അൻസിൽ, പിന്നെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. പക്ഷേ വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൻ്റെ ഫ്രണ്ടാണ് അൻസിലെല്ലാം. അൻസിൽ നാട്ടിലെവിടെയായിരുന്നു? കോട്ടയം. ഓക്കെ. സോ നമുക്ക് ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 200 കിലോമീറ്റേഴ്സിന് അടുത്തുണ്ടല്ലേ. പക്ഷെ നമ്മളൊരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തും. സോ ലെറ്റ്സ് ഗോ, സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് കുഴപ്പമില്ല, പക്ഷെ ഫേസ് കാണിക്കാനാണ് പ്രശ്നം കേട്ടോ. സൗണ്ട് കേൾക്കാൻ കുഴപ്പമില്ല കേട്ടോ. ക്യാമറയിൽ ലൈക്ക് ഫേസ് ആയിട്ട് വരാനാണ് ക്യാമറ ഷൈയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇപ്പം ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഈവനിങ് വരെ ഉണ്ട്. സോ ഒരു ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. കാരണം ഇന്നലെ നൈറ്റ് ഒരു മിഡ് ഒക്കെ ആയപ്പോഴാണ് എനിക്കൊരു മീറ്റിംഗ് ഒക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി എണീച്ചത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈവനിങ് ടൈമിലാണ് പോകുന്നത്. ഡേ ലൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് നയാഗ്ര ഫോൾസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി 2 രാജ്യങ്ങളിലായിട്ട് വിഭജിച്ചാണ് കിടക്കുന്നത്. അത് USA സൈഡും ഇത് കാനഡയുടെ സൈഡും അങ്ങനെയാണ് കിടക്കുന്നത്. അതെന്താണെന്നറിയോ, അവിടെ ഇങ്ങനെ പുക പോലെ കാണുന്നത് അത് ആ വാട്ടർഫാളിൻ്റെ ഫോഴ്സിൽ വന്നിട്ട് അതിങ്ങനെ മുകളിലേക്ക് എന്താ പറയുക, വെള്ളം സ്പ്രെഡ് ആവുന്നതാണ് കേട്ടോ കാണുന്നത്. അവിടെ നമുക്ക് റെയിൻബോ പോലെ ഇങ്ങനെ കാണുന്നേ കണ്ടോ. പിന്നെ നമുക്ക് ബോട്ടിൽ പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ടൈം നമ്മളിപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടൈമിൽ ബോട്ടിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം മേ ബി ഞാൻ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. സ്റ്റേ ചെയ്തിട്ട് ചിലപ്പോൾ നാളെ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്കിങ്ങനെ കുറേ അങ്ങോട്ട് നടക്കാം. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ എപ്പോഴും തിരക്കാണ്. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് നാച്ചുറൽ വേൾഡ് വണ്ടറിലുള്ളതാണെന്നാണ്. പക്ഷേ അതില്ല. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായതില്ല. പക്ഷെ ഞാൻ റീസെൻ്റ്ലി പോയിട്ടുള്ള ഫോസ് ഇഗാസു ഇല്ലേ, ബ്രസീലിൽ ഞാൻ പോയിട്ടുള്ള ആ ബ്രസീലിൽ പോയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, നാച്ചുറൽ വേൾഡ് വണ്ടറിൽ വരുന്നതാണ്. അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടോ, അതാണ് കാനഡേനെയും US സെപ്പറേറ്റ് ആക്കുന്ന പീസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജ്. എനിക്ക് തോന്നുന്നത് ഹോട്ട് എയർ ബലൂൺ ആണെന്ന് സംശയമുണ്ട്.
അങ്ങനെ കണ്ടിട്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാണോ എന്നുള്ളത്. ഇവിടെ നോക്ക് നല്ല ഫോഴ്സിൽ വരുന്നത്, അവിടെ ഒഴുകുന്നു, പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഒഴുകുന്നു. നോക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അത് ഇവിടെ നിന്ന് ഇത്രയും ഒരു കാണാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ലൈക്ക് എനിക്ക് തോന്നുന്നത് US നിന്നുള്ള വ്യൂവിനെക്കാട്ടിലും എന്തുകൊണ്ടും ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ബെറ്റർന്ന്. കാരണം US അവിടെയാണ് എല്ലാവരും ഉണ്ടാവുക. ലൈക്ക് പക്ഷെ ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഫുൾ വ്യൂ കിട്ടൂല. ഇതിപ്പോൾ നമുക്ക് മൊത്തത്തിൽ വ്യൂ കിട്ടാനുണ്ട്. ആ ബോട്ടിൽ പോകുന്ന സംഭവം ഭയങ്കര അടിപൊളിയാണ്. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് അത് കേട്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും നല്ല ഡിസ്റ്റൻസിന് കണ്ടോ, സൂം ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് എത്ര ദൂരം. എന്നിട്ട് തന്നെ വെള്ളം നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അവിടെ ആ റെയിൻബോ നോക്ക്, നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ഇതല്ല കേട്ടോ. ഇതിൽ കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. ഇതിൽ കൂടുതൽ ഇതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളുടെ ഫോസിഗാസ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനത് പോയതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. അത് ഇതിൻ്റെ ഒരു 10,000 ഇരട്ടി വലുതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് കണ്ടിട്ട് വന്നോണ്ടാണ്, അല്ലെങ്കിൽ അത്രയും തോന്നില്ല. സീരിയസ്ലി അത്രയും തോന്നില്ല. പക്ഷെ ഇത് വല്ലാത്ത, ഇത് കുറച്ചൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആണ്. പക്ഷെ പിന്നെ ഇത് എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. മുന്നേ US പോയ സമയത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് ആ ഒരു വാട്ടർഫാൾ കണ്ടിട്ട് വന്നിട്ട് ഇതെനിക്ക് ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യാണ്. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് തന്നെ കംപ്ലീറ്റ് അത്രയും വലിയ ലൈക്ക് ഭയങ്കര ഫോഴ്സിലാണ് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കറിയില്ല വീഡിയോ ബ്ലർ ആവുന്നുണ്ടോ എന്നുള്ളത്. കാരണം നല്ല രീതിയിൽ വന്ന് അടിക്കുന്നുണ്ട്. നമുക്ക് ആ അറ്റം വരെ നടക്കാൻ്റെതായ ഒരു സ്പേസ് തന്നെ കുറവാണ്. ഭയങ്കര തിരക്കാണ്. ഇന്ന് വീക്കെൻഡ് ആയിട്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ എപ്പോഴും ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്. സോ ഞാൻ അങ്ങോട്ട് അറ്റത്തേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു റെയിൻബോ ഉണ്ടോ, അതിങ്ങനെ എപ്പോഴും അവിടെ ഉണ്ടാവും. അതാണ് എനിക്ക് ഈ വാട്ടർഫാളിലെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അതാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ആ റെയിൻബോ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടിപൊളി ഫീലാണ്. അതിങ്ങനെ കണ്ടിങ്ങനെ നടക്കുവാണ്. ഫോണെടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സ്പേസ് ഇല്ല. അതിന് മുന്നേ ആളുകൾ മൊത്തം കണ്ട ഫുൾ ആൾക്കാരാണ്. ഇത് കാണുന്ന സമയത്ത് ബ്ലറായ പോലെ തോന്നുന്നില്ലേ? പക്ഷെ ശരിക്കും ഇവിടെ ഇങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന തന്നെ ഇങ്ങനൊരു ബ്ലറായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെ ഉള്ളത്. ഒന്നാമത് കാറ്റ് വന്ന് അടിക്കുന്നുണ്ട്, ലൈക്ക് വെള്ളത്തുള്ളികൾ. അല്ലാണ്ട് തന്നെ നമുക്ക് അങ്ങനെ അത്ര ഇതായിട്ടാണ് കാണുന്നത്. ആ ബോട്ടിൽ പോകുമ്പോൾ ഫുള്ള് നനയും. അപ്പോൾ ആ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ. ലൈക്ക് റെയിൻ കോട്ട് ഉണ്ടോ. ആ വണ്ടിയിൽ എല്ലാ ആൾക്കാരും നയഗ്ര സിറ്റി ക്രൂസ് എന്നുണ്ടോ റെഡ് കളറിൽ കുറേ ഇതിട്ടിട്ടുണ്ട്. ചിലർ ബ്ലൂ കളറിൽ റെയിൻ കോട്ട് ഇട്ടിട്ട് പോകുന്നുണ്ടാവും. ഇപ്പം നോക്കി ആ റെയിൻബോ ഒന്നുകൂടെ കാണാൻ പറ്റുന്നില്ലേ? ശരിക്കും ഫുള്ളുണ്ട്. അത് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതേ കണ്ടോ, ഇങ്ങനെ പോയി ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പം നല്ലപോലെ കാണാൻ പറ്റുന്നില്ലേ? നേരത്തെ കാണാൻ പറ്റുന്നുണ്ടല്ല, അവിടെ ഭയങ്കര ഫെയ്ഡായിട്ടാണ് നിന്നത്. പക്ഷെ ഇപ്പോൾ കറക്റ്റ് ആ റെയിൻബോ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ടോ? കാരണം നല്ല ഇതടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അതാണ് ഇവിടെ മൊത്തം നനഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫുൾ തിരക്കാണ്. ഫോണൊക്കെ നനയുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസൊക്കെ ഉണ്ട്. ചില ഹോട്ടൽസിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി നയഗ്രേൻ്റെ വ്യൂ കിട്ടുന്ന വ്യൂ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഈ ഹോട്ടൽസ് എല്ലാം. ഞാനിപ്പോൾ അതിൻ്റെ അറ്റത്ത് വന്നാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ നോക്കി നല്ല രസമുണ്ട്. ഇവിടുത്തെ ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡെല്ലാം വന്നിട്ട് ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നേരത്തെ ഉള്ള പോലെ ലൈക്ക് ഇത് ഇവിടെ നിന്ന് അങ്ങെടുത്ത് ചാടാൻ തോന്നുന്നുണ്ട്. അത്രയും രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ അവിടെ കണ്ടോ ഈ വെള്ളം മറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നോക്ക് ശരിക്കും ഇത്രയും വെള്ളം ഇവിടെ നിന്നാണ്. ഞാനിങ്ങനെ ആലോചിക്കുക ലൈക്ക് നാച്ചുറലി ഈ ലോകത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ. ലോകാത്ഭുതങ്ങളിൽ ഉള്ള പേര് വരുന്നില്ലെങ്കിൽ പോലും ഇതൊരു അത്ഭുതം തന്നെയാണ്. നോക്ക് അത്രയും ഫോഴ്സിലാണ്. അത് ദൂരെ നിൽക്കുമ്പോൾ അത് മനസ്സിലാവുന്നില്ല. ഇവിടെ നിൽക്കുന്ന സമയത്താണ് അത് എത്രത്തോളം ഫോഴ്സിലാണ് താഴേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഉണ്ടോ നല്ല കുത്തി ഒഴുക്കിയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അത് ഒഴുകി അങ്ങ് താഴേക്ക് വീഴുന്ന കാണാൻ നല്ല രസമുണ്ട്. ഈ രാത്രിയാവും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 9:05 സൺസെറ്റ്. അപ്പോൾ 9:05 ആവുന്ന സമയത്ത് ലൈക്ക് ആ ഒരു രാത്രി ആയി കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ബ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാത്രി ആവുന്ന സമയത്ത് ഞാൻ രാത്രിത്തെ വ്യൂവും കൂടെ കാണിക്കാം. ഈ കാണുന്നത് മാരിയറ്റും അത് ഹയാത്തൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഹയാത്തിൽ നിന്ന് മാരിയറ്റ് എന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടുള്ള റൂമിൽ നിന്നൊക്കെ എല്ലാം കാണുന്നത് നോക്ക്
എന്ത് അടിപൊളിയായിരിക്കും. ഈ വ്യൂ തന്നെ കണ്ടിട്ട് നിൽക്കാൻ ബോറടിക്കേ ഇല്ല. എന്ത് രസാ. നമ്മുടെ എല്ലാവരുടെയും മുടിയിൽ എന്തോ പറ്റുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കണ്ടോ എല്ലാവരുടെയും മുടി എണീച്ച് നിൽക്കുന്നുണ്ടോ? നോക്കി നോക്കി മുടി അങ്ങനെ എണീച്ച് നിൽക്കുന്നത് ഷോക്കടിച്ച പോലെ. എൻ്റെ മുടി ഉണ്ട് ഇവിടെ എല്ലാം മുടിയിൽ ഇങ്ങനെ താവുന്നുണ്ട്. വെള്ളം നല്ല പോലെ അടിക്കുന്നുണ്ട്. എൻ്റെ പോലെ ഫുള്ള് ഇവിടെ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ നനയേ. അത്രക്കും നല്ല ഫോഴ്സിൽ ഇവിടെ നിന്ന് അടിക്കുന്നത്. ഓരോരുത്തർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങോട്ട് നോക്കി എന്തൊരു റഷാണെന്ന് കണ്ട. സൂം ചെയ്തപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന ആൾക്കാർ ആരാണ് ഫ്രെയിമിൽ ഫ്രണ്ടിൽ കയറി വന്നത് നോക്ക്. ഫുള്ള് തിരക്കാണ്. അവിടെ ജെയിൻ വീലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ പോയി രാത്രി ആകുമ്പോൾ തന്നെ മൊത്തം ലൈറ്റ് ഇടും അവർ. അപ്പോൾ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, ലൈറ്റ് ഇടുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. സണ്ണ് പോയപ്പോൾ മൂണ് വന്നിട്ടുണ്ട്. നോക്ക് കണ്ട, സണ്ണ് ജസ്റ്റ് പോയുള്ളൂ. കണ്ട, അത് നല്ല ഫോഴ്സിലടിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ബ്ലറായിട്ട് ഫെയ്ഡായിട്ട് കാണുന്നത്. ശരിക്കും അതിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്ന് അടിക്കുന്നത്. അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. പിന്നെ ഈ ഒരു വാട്ടർഫാൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരൊറ്റ നയഗ്ര ഫാൾസ് എന്ന് പറഞ്ഞ ഒറ്റ ഫാൾസ് അല്ല, വേറെ 3 വാട്ടർഫാൾസ് ഉണ്ട്. അത് എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് ഒരൊറ്റ ഒന്നായിട്ട് മാറിയതാണ് നയഗ്ര ഫാൾസ് കേട്ടോ. ഇപ്പം അവിടെ ഒരു സൺസെറ്റ് എല്ലാം ആയതുകൊണ്ട് അവിടെ സ്കൈൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. വെയിൽ പോയതുകൊണ്ട് തന്നെ റെയിൻബോ എല്ലാം പോയിട്ടുണ്ട്. സൺലൈറ്റ് ഉള്ള സമയത്താണ് നമുക്ക് റെയിൻബോ എല്ലാം കാണാൻ പറ്റുക. ഇന്നത്തെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു അത് വേർത്താണോ അടിപൊളിയാണോ എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് അടിപൊളിയാണെന്ന്. $50 വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ്. സോ ഇന്നത് ബുക്ക് ചെയ്യണം തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങൾ നോക്കണം. അതോ നാളെ ബുക്ക് ചെയ്താൽ മതിയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇന്നിവിടെ ഞാനെൻ്റെ ഫ്രണ്ട്സ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്, റൂം എടുത്തിട്ട്. എന്നിട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാൻ ബോട്ടിലൊക്കെ പോയിട്ടാണ് ഞാൻ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം ലൈക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കത്ര ആ ഒരു വാട്ടർഫാൾ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആ ഒരു ബോട്ടിൽ ആ അറ്റം വരെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ആ ഒരു വാട്ടർഫാളിൻ്റെ ഡെപ്തും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് അറിയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പക്ഷേ വീഡിയോ എടുക്കാൻ ടാസ്ക് ആയിരിക്കുന്നതുകൊണ്ട് മൊത്തം നനയൂലേ അവിടെ വരെ പോകുമ്പോൾ. പക്ഷെ ബോട്ടിൽ അടിപൊളിയാന്ന് ഞാൻ കേട്ടത്. അപ്പം എന്തായാലും നാളെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ടുള്ളത്. ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തേക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഈസിയാണ്. അല്ലെങ്കിൽ രാവിലെ ഇവിടെ വന്നിട്ട് ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ കുറേ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ രാവിലെ ഞാൻ ടൈമിംഗ് ഉണ്ട്, 1 hour ആണ്, 11:30 to 12:30 ആ ടൈമിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നാളെ മോർണിംഗിൽ കേട്ടോ. അവിടെ എല്ലാവരും ഫുട്ബോൾ മറ്റേ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുവാണ്. ആരോ പോർച്ചുഗലിൻ്റെ ഏതോ കളിയാണ്, ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആരൊക്കെയോ. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കേൾക്കാണ്ട് ഇവിടെ നല്ല ഒച്ചയും വിളിയും കേൾക്കുന്നുണ്ട്. 90 minutes ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോർച്ചുഗലും കൊളംബിയയും 0-0 നിൽക്കുവാണല്ലോ. ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് അവിടെ നോക്കുന്നത് 0-0 തന്നെ നിൽക്കുന്നത്. രാത്രി ആയപ്പോൾ കണ്ടോ ഫുള്ള് ലൈറ്റ് ഇട്ടേക്കുവാണ്. അതുകൊണ്ട് ലൈറ്റിലിങ്ങനെ കളേഴ്സൊക്കെ മാറും. ഷിപ്പ് ഇപ്പോഴും ഉണ്ടല്ലോ. ഷിപ്പിൻ്റെ ഇത് കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് ക്രൂസ് എങ്ങാണ്ടാ പോകുന്നതെന്ന് തോന്നുന്നു. അതോ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് തോന്നുന്നത്. നോക്കി അവിടെ കിളികൾ പറക്കുമ്പോൾ അത് ലൈറ്റ് അവിടെ അടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാട്ടാ. അത് കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സാധാരണ നമ്മൾ വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ കാണൂലേ, ഇത് ഒറിജിനൽ വാട്ടർഫാളിൽ മൊത്തം ലൈറ്റ് ഇട്ടിട്ട് ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു സംഭവം. അത് അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രക്കും റഷായിട്ടുണ്ട്. പിന്നെ ഇവിടെ വേൾഡ് കപ്പിൻ്റെ എല്ലാവരും കാണുന്നുണ്ട്. കൊളംബിയൻസിന് ഒരുപാട് പേരെ കാണുന്നുണ്ട്. ലൈക്ക് കൊളംബിയയിലെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫ്ലാഗുമായിട്ട് നടക്കുന്നത് കേട്ടോ. നമുക്ക് പല പല കളേഴ്സ് ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഏറ്റവും രസം ആ കിളികൾ അതുവഴി പറക്കുന്നില്ലേ, ആ കിളികൾ അതുവഴി ഒറിജിനൽ കിളികളാണ് പറക്കുന്നത്. പക്ഷെ കിളികളുടെ മേലെ ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ കിളികൾ ശരിക്കും ഒറിജിനൽ അല്ലാന്ന് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയാൽ ഇവിടെ ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവും തോന്നുന്നില്ല, പക്ഷെ വീക്കെൻഡ്സിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ടൈം ഒരു 10 മണിയായിട്ടുണ്ട്.
ഫുള്ള് ആൾക്കാരെവിടെ, നിറയെ ആൾക്കാരാണ്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ അർജന്റീനന്റെ കളി തുടങ്ങും, അതെന്താ അവരിവിടെ വെക്കാത്തെന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്. ഞാനിതാ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ലേറ്റ് ആയ ടൈമിലാണ് കയറുന്നത്. അവർ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. ഞാൻ ഓൺലൈനിൽ ഇന്നലെ ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പം സമയം 12:30 ആയിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്ത് 11:30-ക്കായിരുന്നു. പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. സോ ഞാനിതാ കയറി പോവാണ് ഞാൻ ഈ ബോട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാന്ന് തോന്നുന്നു. എനിക്ക് മൊത്തം ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടയർഡാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റായതും വയ്യാണ്ടായി, അങ്ങനെ ഭയങ്കര ക്ഷീണം. സോ ഞാൻ ഇലക്ട്രോലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് കുടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നല്ല സൺ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട്. ഞാൻ തീരെ വയ്യാണ്ടിരിക്കുകയാണേ. പക്ഷെ ഞാൻ ടിക്കറ്റ് എടുത്തു, ഇത്രയും പൈസ കൊടുത്തെടുത്ത് $57 അപ്പം അതുകൊണ്ട് മാത്രം പോണേ. താങ്ക് യു. അതുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് റെയിൻകോട്ടെല്ലാം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടയർഡായിട്ടാണ് ഞാനുള്ളത്. ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന സമയത്ത് നമ്മൾ മൊത്തം നനയും. ഇതിപ്പോൾ അത് US സൈഡുള്ള ആൾക്കാരുടെ ക്രൂസാണ്, എൻ്റെ കാനഡ സൈഡുള്ളതും. എനിക്ക് പിന്നെ വിസ ഉള്ളതുകൊണ്ട് ഏത് സൈഡിൽ വേണമെങ്കിലും പോവാം, കുഴപ്പമില്ല കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വീഡിയോയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. നല്ല നീല കളർ വെള്ളമാണ്. ഇന്നലെയൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ബ്ലൂ ആണ്. ആ US സൈഡുള്ളവർക്ക് അതിനോട് ക്ലോസ് ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. കണ്ടോ, പക്ഷെ ചെറിയ വാട്ടർഫോളാണ്. ആ സൈഡിൽ നിന്ന് ഒരുപാട് വലുതല്ല. മറ്റേ സൈഡിൽ കാനഡ സൈഡിലാണ് കുറച്ചും കൂടെ, എന്ന് വെച്ചാൽ കാനഡ സൈഡിൽ നിന്നല്ല, ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വ്യൂ. അവർക്ക് അത്രയും വ്യൂ കിട്ടൂല. നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ നിന്നാണ് കൂടുതൽ അടിപൊളി വ്യൂ. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല വെള്ളം തുള്ളികളും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മേലെല്ലാം. ഇവിടെ ഇങ്ങനെ കുറേ പക്ഷികളുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ടൈപ്പ് പക്ഷികളാണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത് കണ്ണുകൊണ്ടുള്ളതല്ല, നമ്മളുടെ മേത്ത് അങ്ങനെ വെള്ളത്തുള്ളികളാവുന്ന സമയത്ത് നമ്മൾ റിയൽ ആയിട്ട് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ എന്തോരം കിളികളാ നോക്ക്. എന്താ വെള്ളത്തിലുള്ള കിളികളോ, അതെന്ത് സാധനമാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നിറയെ ഉണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റില്ലായിരുന്നു. അവിടെ വെള്ള കുത്ത് കാണുന്നത് കണ്ട, കണ്ട അത് മൊത്തം, അത് കാണുന്ന മൊത്തം കിളികളാണ്. ഇപ്പത് ആ സൈഡിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. നോക്ക്, അവിടെ ശരിക്കും ഒന്നും കാണാൻ പറ്റില്ല, ബ്ലറ് പോലെയാണ്. കാരണം ആ വെള്ളത്തിന്റെ അത്രയും ഫോഴ്സിൽ നമുക്കൊന്നും കാണാൻ പറ്റാത്തത്. ബോട്ട് എടുത്തിട്ട് അതിന്റെ ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ഫുള്ള് ഇവിടെ നനയും. നമുക്ക് ഓൾറെഡി റെയിൻകോട്ടെല്ലാം തരും, പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ മൊത്തം നനയും കേട്ടോ. നോക്കി, അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല, കണ്ണിങ്ങനെ അടഞ്ഞു പോകും. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വീഡിയോയിൽ അത് കാണണമെന്ന് അറിയില്ല, നേരിട്ട് അടുത്ത് പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര നൈസാണ്. 1 hour എന്ന് പറഞ്ഞിട്ട് 1 hour ഒന്നും ഇല്ല കേട്ടോ. ഒരു അരമണിക്കൂർ ടോട്ടൽ, പോകുന്നത് തിരിച്ചു വരുന്നു എല്ലാം കൂടെ ചേർത്തിട്ടേ അത്രേ ഉണ്ടായുള്ളൂ. വീഡിയോ അവിടെ എത്തുമ്പോൾ എടുക്കാൻ പറ്റില്ല, നമ്മൾ മൊത്തം നനയും. എൻ്റെ കൈയൊക്കെ ഉണ്ടോ, ഫുള്ള് നനഞ്ഞിരിക്കുക, മൊത്തം നനഞ്ഞ്. ഇങ്ങനെ പിടിച്ചമർത്തിയ വെള്ളം വരും, അത്രയും നനഞ്ഞിരിക്കുക. സോ ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ US ചെയ്യുന്ന ബെറ്റർ. US ആകെ $30 വരുന്നുള്ളൂ. ഇവിടെ കാനഡ ഡോളർ ഞാൻ $57 ഓൺലൈനിൽ ടാക്സും എല്ലാം കൂടെ ചേർത്തിട്ട് അത്രയും പൈസ വരുന്നുണ്ട്. അത്രയും ഉണ്ടായി. അതുകൊണ്ട് ബെറ്റർ എപ്പോഴും US പോകുന്നതായിരിക്കും. കുറേ നൈസായിട്ടുള്ള മാലകളൊക്കെ കാണാട്ടോ. തിരിച്ച് ഞാൻ ടൊറന്റോയിൽ എത്തിയിട്ടുണ്ട്. നല്ല ടയർഡാണ്. അപ്പോൾ ഞാനിത് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.